എന്തൊക്കെയാണ് ജിയോളജീൻ്റെ സ്കോപ്പുകൾ നോക്കാം. അപ്പോൾ ജിയോളജിയിൽ നമ്മൾ അക്കാഡമിക് ആൻഡ് റിസർച്ച് ഫീൽഡിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്രോളജി, അതായത് റോക്കിനെ കുറിച്ചുള്ള പഠനം, അതിൻ്റെ ഒറിജിന്, കോമ്പോസിഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പെട്രോളജിയിൽ പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മിനറോളജി, മിനറൽസിനെ കുറിച്ചുള്ള അതിൻ്റെ പ്രോപ്പർട്ടീസ്, കാര്യങ്ങൾ, സ്ട്രക്ചറൽ ജിയോളജി, അതായത് എർത്തിൻ്റെ ഇൻറ്റേർണലും എക്സ്റ്റേണൽ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ്, അതേപോലെ സെഡിമെൻറ്റോളജി ആൻഡ് സെഡിമെൻറ്റ്സ്, സെഡിമെൻ്ററി റോക്കും അതുണ്ടായ പ്രോസസ്സ് കാര്യങ്ങളൊക്കെ, അതേപോലെ ജിയോ ഫിസിക്സ്, ജിയോ കെമിസ്ട്രി, പാലിയൻറ്റോളജി, ജിയോ മോർഫോളജി, ഹൈഡ്രോ ജിയോളജി, ജിയോ സീസ്മോളജി, ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അക്കാഡമിക് ആൻഡ് റിസർച്ച് ഫീൽഡിൽ ജിയോളജിയിലുണ്ട്. അതൊക്കെ നമ്മളെ സ്കോപ്പാണ്, ജിയോളജീൻ്റെ സ്കോപ്പാണ്. അതേപോലെ തന്നെ നമ്മൾ അപ്ലൈഡ് ജിയോളജി അങ്ങനത്തെ ഇതിൽ സ്കോപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാച്ചുറൽ റിസോഴ്സ് എക്സ്പ്ലോറേഷൻ, അതായത് ഓയിൽ, ഗ്യാസ്, വാട്ടർ, മിനറൽസ്, ഇതൊക്കെ നമ്മൾ